അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോയിലും ഇപ്പോൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വെനിസ്വേലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിലൂടെയും പ്രസിഡന്റ് മഡൂറോയുടെ അറസ്റ്റിലൂടെയും അമേരിക്ക ലോകത്തെ ഞെട്ടിച്ചു. ഇതിനെ പല പാശ്ചാത്യ രാജ്യങ്ങളും അപലപിച്ചു. ഇപ്പോൾ വെനിസ്വേലയ്ക്ക് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താൻ പദ്ധതിയിടുന്നുവെന്ന സൂചനകൾ 75 വർഷം പഴക്കമുള്ള നാറ്റോ സഖ്യത്തിൽ വലിയ വിള്ളലിലാണ് കാരണമായിരിക്കുന്നത്. വലിയ വിള്ളലിന് കാരണമായ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കൻ പദ്ധതിയെ പരസ്യമായി എതിർക്കുകയും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ സഹായിയും വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫുമായിട്ടുള്ള സ്റ്റീഫൻ മില്ലർ ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡിനോടുമുള്ള അവകാശത്തെ ചോദ്യം ചെയ്തതോടെ വിവാദം രൂക്ഷമായി. എന്ത് അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡെൻമാർക്ക് ഗ്രീൻലാൻഡിന്മേൽ നിയന്ത്രണം അവകാശപ്പെടുന്നത്? അവരുടെ പ്രാദേശിക അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? അമേരിക്ക ഒരു നാറ്റോ ശക്തിയാണ്. അമേരിക്കയ്ക്ക് ആർട്ടിക് സുരക്ഷിതമാക്കാനും നാറ്റോ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമായിരിക്കണം എന്നുള്ളത് വ്യക്തമാണെന്നാണ് മില്ലർ ചൊവ്വാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ സംയുക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. മില്ലറുടെ പ്രസ്താവനയെ തുടർന്ന് ചൊവ്വാഴ്ച 8 യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾ ഡെൻമാർക്കിനെയും അതിന്റെ സ്വയംഭരണ പ്രദേശമായിട്ടുള്ള ഗ്രീൻലാൻഡിനെയും ശക്തമായി പിന്തുണച്ചു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, ഡെൻമാർക്ക്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ US പദ്ധതിയെ അപലപിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഗ്രീൻലാൻഡ് അവിടുത്തെ ജനങ്ങളുടേതാണ്. ഡെൻമാർക്കും ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനും മാത്രമേ അവകാശമുള്ളൂ എന്നും പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.